ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും നീർദോശയുടെയും അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ പോലും കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഓംലേറ്റ് മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഓംലെറ്റ് വെച്ചിട്ടുള്ള മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. 3 മുട്ട വെച്ചിട്ടുള്ളൊരു അളവാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂണോടത്ത് ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിലേക്ക് മുട്ട നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഒന്നിച്ച് ഒരൊറ്റ ഓംലെറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഒരു സൈഡൊന്ന് കുക്കായിട്ട് വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേറെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കളർ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത്, പിന്നെ എരിവിനായിട്ട് 1 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് ഒരു മിക്സി ജാറിലേക്ക് 2 ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്നിട്ട് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി എടുക്കുമ്പോൾ സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും പകുതിയായിട്ട് എടുത്താലും മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയാൽ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയിൽ നിന്നുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഞാൻ ഒരു 1/4 കപ്പിലും കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ നമുക്കിതിന് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ 1/2 കപ്പ് വരെ എടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാടൊന്നും തിളക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ചൂടായിട്ട് വന്നിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഓംലെറ്റ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓംലെറ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിതിലേക്ക് ഇനി കുറച്ച് മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ചൂടോട് കൂടിയിട്ട് അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും അതുപോലെ നിർദോശയുടെയും കൂടെ അടിപൊളിയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിന്നിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചൂടപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.